ഇതിപ്പോൾ പ്രിൻ്റ് കത്തിപ്പോയി. ഇതാണ് മെയിൻ ഇൻപുട്ട് 12 വോൾട്ട്. ഇതിവിടെ ചെന്ന് ഇവിടെ വെള്ളം കെട്ടി നിന്ന് അവിടുത്തെ അത്രയും പ്രിൻ്റ് പോയി. ഈ കാണുന്ന ഇത്രയും ബോർഡ്, ഈ കാണുന്ന ഇത്രയും സെക്ഷൻ ഇല്ലേ, ഇതാണ് ഇൻഡിക്കേറ്റർ. ആ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഓരോ LED-യുടെയും IC ആണ് ഇരിക്കുന്നത്. IC അല്ല, കപ്പാസിറ്റർ IC ആണ് ഇരിക്കുന്നത്. ഇത് ടൈമർ, ഇതാണ് ഓടിക്കത്താൻ ഉപയോഗിക്കുന്ന ടൈമർ. ആ ടൈമർ അവിടെ ഇരുന്ന് ഇതായിപ്പോയി. ക്ലാവ് പിടിച്ചു, അവിടെ നിന്ന് പ്രിൻ്റ് പോയി. കുഴപ്പമില്ല, ഇതിൻ്റെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇത് പോയെങ്കിലും കളക്കിയിട്ട് പ്രിൻ്റ് സർക്യൂട്ട് കാണാൻ പറ്റണം. പ്രിൻ്റ് എങ്ങോട്ടൊക്കെയാണ് പോയേക്കണേന്നുള്ള പ്രിൻ്റ് കാണാൻ പറ്റണം. പക്ഷെ ഇവിടുത്തെ അങ്ങനെയല്ല. ഇത് ഇരുന്ന് പഴുത്ത് ചൂടായി പ്രിൻ്റ് പോയി. ഇതായി കണ്ട സൈഡിൽ പ്രിൻ്റൊക്കെ പൊടിഞ്ഞു പോയേക്കാണ്. ഇവിടുത്തെ പ്രിൻ്റ് കട്ടായി. ഇത് അങ്ങറ്റം കണ്ടോ, ഇവിടെ നിന്നും ഇവിടുത്തെ പ്രിൻ്റ് ഒരു പിത്തള കളറിൽ കാണുന്നുണ്ടോ, പ്രിൻ്റ് പോയതാണ്. ഒന്ന് മാത്രമല്ല, ഇവിടെ അത്രയും പ്രിൻ്റ് പോയിട്ടുണ്ട്. കത്തിയെല്ലാം ബേണായി പോയി. അപ്പം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇൻഡിക്കേറ്റർ കത്തിക്കാൻ പറ്റില്ല. ഇൻഡിക്കേറ്റർ ഓടി കത്തണതായിട്ട് കത്തിക്കാൻ പറ്റില്ല. ഡേ ടൈം റണ്ണിങ് ലൈറ്റ് കത്തിക്കാം. ഇൻഡിക്കേറ്റർ കത്തിക്കാം, പക്ഷേ ഓടി കത്തൂല. കത്തി അണഞ്ഞ് സാധാ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ കത്തും. ഈ കാണുന്ന സ്ട്രിപ്പില്ലേ, ഈ സ്ട്രിപ്പ് ഒന്ന് തണ്ട വെള്ളയും ഒന്ന് മഞ്ഞ കത്തി അണഞ്ഞ രീതിയിലാക്കാൻ പറ്റും. അതാക്കാം, പക്ഷെ ഇത്തിരി റിസ്ക്കാണ്. എത്ര ലൈഫ് പോകുമെന്ന് അറിയില്ല. അതിനെക്കാട്ടി ബെറ്റർ രണ്ടെണ്ണത്തിലും മാറ്റി ട്യൂബ് മാറ്റണതാണ് നല്ലത്.